വെൽക്കം ബാക്ക് ഡാർലിങ്സ്. അപ്പോൾ നമുക്ക് ഇന്നൊരു ഷെറായി ബീച്ചിലൊരു സ്റ്റേക്കേഷന് പോയാലോ? നിങ്ങളും വായോ. ആക്ച്വലി ഞങ്ങൾ കുറേ കാലമായിട്ടോ പ്ലാൻ ചെയ്യുന്നു, ഇപ്പോഴാണൊന്ന് നടന്നത്. സീ ദ വേ കീക്കു ഈസ് ലുക്കിംഗ് അറ്റ് മീ. അവരുടെ അച്ഛനും ഇതുപോലെ ഒരു നോക്കാറുണ്ട്. ചവിട്ടുന്നുണ്ടോ അവനെ എടുക്കാൻ വേണ്ടിയിട്ടാണ്. അവിടെ കാർ സീറ്റിലിരിക്കുന്ന ഞങ്ങൾക്ക് അത്ര ഇഷ്ടമില്ല. അപ്പോൾ ഇത് ചെറായിലെ ക്ലബ് മഹീന്ദ്ര പ്രോപ്പർട്ടിയിലാണ് കേട്ടോ ഞങ്ങൾ പോയത്. ക്ലബ് മഹീന്ദ്ര ഫസ്റ്റ് അത് ഇന്ദ്രിയമായിരുന്നു, ഇപ്പം അത് ക്ലബ് മഹീന്ദ്രക്കാർ ഏറ്റെടുത്ത് കുറച്ച് കാലമായി. ഇപ്പം അവരാണ്. അപ്പം കീക്ക് അവിടെ ഒരു ചേച്ചീനെ കണ്ടിട്ട് ആ ചേച്ചീനെ നോക്കിയിരിക്കട്ടാ. ചേച്ചി ഹായ് ബായ് എന്നൊക്കെ പറയുന്നുണ്ടായി. ഇവൻ ഉറങ്ങി എണിച്ചിട്ടേ ഉള്ളൂ. സോ അതിൻ്റെ ഒരു മ്ലാനതയാണ് ആ മുഖത്ത് കാണുന്നത്. പാവം. ആക്ച്വലി ഹീ സോ എക്സൈറ്റഡ് ടു ട്രാവൽ ആൻഡ് ഓൾ. അവന് ട്രാവൽ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്, വേറെ സ്ഥലത്തേക്ക് പോകുന്നതൊക്കെ. ഞങ്ങൾ ചെറുപ്പം മുതൽ അവനിങ്ങനെ ഓരോ സ്ഥലത്തേക്ക് കൊണ്ടുപോകും. പിന്നെ വെയിറ്റിംഗ് ടൈം ഉള്ള കാരണം നമ്മൾ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്തിരുന്നു. പക്ഷേ ഇച്ചിരി കഴിഞ്ഞപ്പോൾ ബോറടിച്ചു. സോ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി അവിടെ തന്നെ റെസ്റ്റോറൻറ്റിൽ പോയി, ക്ലബ് മഹീന്ദ്ര. ഷോ ദാറ്റ് വാസ് എ ബാഡ് ഡിസിഷൻ ആക്ച്വലി. We are not a fan of Club Mahindra lunch. Breakfast is worthy actually. പക്ഷേ ലഞ്ച് ഒരാൾക്ക് I think 1,200 something. Not recommended. അപ്പോൾ അതും കഴിച്ച വിഷമത്തിൽ ഞങ്ങൾ നടക്കാനിറങ്ങി. റൂമിൽ നിന്ന് ഇറങ്ങി ഇച്ചിരി നടക്കാനുണ്ട് കേട്ടോ. വണ്ടിയൊക്കെ അതിനപ്പുറത്താണ് പാർക്ക് ചെയ്യുന്നത്. റൂമെന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇറ്റ്സ് ലൈക്ക് ഒരു അപ്പാർട്ട്മെൻറ്റ് പോലെയാണ്. ശരി, 4 പേർക്ക് സുഖമായി നിൽക്കാം, 2 റൂം പോലെ. പിന്നെ ബാൽക്കണി ഉണ്ട്, പ്രൈവറ്റ് പൂളൊക്കെ ഉണ്ട്. ആക്ച്വലി എൻ്റെ വീഡിയോ ഞാൻ എടുത്തില്ല, അതുകൊണ്ട് എന്ത് ബീച്ചിലിറങ്ങി അവൻ്റെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അവൻ ആദ്യമായിട്ട് വെള്ളത്തിൽ ഇറങ്ങി. പാവം കടലമ്മേനെ ഞങ്ങൾ തൊട്ടു. വീഡിയോ കാണിച്ചിട്ട് അവൻ പാവം പേടിച്ച് കരഞ്ഞു. ഇത് വീഡിയോ കണ്ടു നോക്കും. പാവം ഇത്തിരി പേടിച്ചു പോയായിരുന്നു. പക്ഷേ അപ്പോഴേക്കും മൂടി ശരിയായി. എന്നാലും അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല ഞങ്ങൾക്ക്. അത് കഴിഞ്ഞ് ഞങ്ങളിതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് ഒരു കുറേ ഫിഷും ബേർഡ്സും ആനിമൽസൊക്കെ ആയിട്ടുള്ളൊരു സ്ഥലമുണ്ട് കേട്ടോ. പുറത്തുനിന്ന് കണ്ടാൽ വലിയ ലുക്കില്ലെങ്കിലും അകത്ത് കയറിയപ്പോൾ നല്ലതായിരുന്നു. എനിക്ക് അവിടുത്തെ ആ ഗ്രീൻ ഫിഷസും ഈ ഫസ്റ്റ് കാണുന്ന ഫിഷ് ടാങ്കില്ലേ ഇത് ഇപ്പോൾ വരും, ഈ ഗ്രീൻ ഫിഷസിന് ഭയങ്കര ഇഷ്ടമായി. പിന്നെ അതുപോലെ ഒരു കളർഫുൾ ടാങ്ക് ഉണ്ടായിരുന്നു, അതും എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാണ്. ഇവന് ബാക്കി എല്ലാത്തിനൊക്കെ ഇഷ്ടപ്പെട്ടു. പക്ഷേ ഇത്തിരി പേടിയുണ്ട്. നമ്മുടെ ഇഗ്വാനനെ കണ്ടിട്ട് അവൻ പേടിച്ച് കരച്ചിലായിരുന്നു. ആ വീഡിയോ ക്ലിപ്പ് ഞാൻ വയ്ക്കാവേ. പാവം പാവം അപ്പോഴേക്കും ഞാൻ അവൻ കരഞ്ഞപ്പോഴേക്കും. പിന്നെ അതേ മങ്കീസ് എന്താ കാട്ടുന്നത് നോക്കിയേ. ഒരു വെറൈറ്റി മങ്കിയല്ലേ ഇത്. അങ്ങനെ അപ്പം അതായിരുന്നു ഞങ്ങളുടെ ഒരു ഷോർട്ട് ട്രിപ്പ്. എന്നിട്ട് എത്തിയപ്പോഴേക്കും ലേറ്റായി. എന്നിട്ട് ഫുഡൊക്കെ അടിച്ച് ഞങ്ങൾ പോയി കിടന്നുറങ്ങി. രാവിലെ എണീറ്റിട്ട് ഇത് ആക്ച്വലി ഞങ്ങളുടെ റൂമിൽ നിന്ന് പുറത്തേക്കുള്ള വ്യൂ ആണ്. ആക്ച്വലി ബാക്ക് വാട്ടേഴ്സാണ്. അപ്പോൾ അവിടെ റോഡൊക്കെ ഉണ്ട്, വഞ്ചിയൊക്കെ പോയി ഫിഷിങ്ങൊക്കെ ചെയ്യുന്ന നമുക്ക് കാണാൻ പറ്റും. ആക്ച്വലി ബാക്കിലൂടെ പോയ ബാൽക്കണി ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്കൊരു പ്രൈവറ്റ് പൂളുണ്ട്. പിന്നെ അവിടേക്ക് ഇരിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ. ആക്ച്വലി റൂമിൻ്റെ ഭംഗി കാരണം ഞാനത് എടുക്കാൻ മറന്നുപോയെന്നേ. എന്നിട്ട് അത് കഴിഞ്ഞ് ഫ്രഷായി ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഇറങ്ങി. ഇതൊരു കഫേ, അടുത്തൊരു കഫേ, അടിപൊളി കഫേ കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അവരുടെ സ്പ്രെഡൊക്കെ നല്ല മെനു ആയിരുന്നു. ഞങ്ങൾ ലൈറ്റായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഇറങ്ങി. അവൻ്റെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഇറ്റ്സ് ലൈക്ക് എ ഗുഡ് പ്ലേസ്. നല്ല മൂടുള്ളൊരു കഫേ. എന്നിട്ട് ഞങ്ങൾ തിരിച്ചു പോവാണ്. ഉച്ചയ്ക്ക് ആക്ച്വലി അന്ന് ഡ്യൂട്ടി ഉണ്ട്. സോ ദാറ്റ്സ് ഇറ്റ്. കുഞ്ഞൊരു സ്റ്റേക്കേഷനായിരുന്നു. സോ വി ആർ തിങ്കിങ് ഓഫ് ഗോയിങ് എവറി ഫ്രൈഡേ.
അപ്പം യാ, അപ്പം ഇനി അടുത്ത ഫ്രൈഡേ കാണാം. ബൈ.